ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അവർ വീഡിയോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു എൻഗേജ്മെൻറ്റ് കേക്കിൻ്റെ ഡെക്കറേറ്റിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത്. ഇതിൻ്റെ ഫ്ലേവർ പൈനാപ്പിൾ കേക്കിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കേക്ക് സ്പോഞ്ചിൻ്റെ റെസിപ്പി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഞാൻ ഇതിൻ്റെ മുമ്പ് തന്നെ പൈനാപ്പിൾ കേക്കിൻ്റെ ഡീറ്റെയിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല അതിൻ്റെ തംബ്നെയിൽ ഫോട്ടോ ഈ ഒരു വീഡിയോൻ്റെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു പൈനാപ്പിൾ കേക്കിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ കേക്ക് ഞാൻ 7 ഇഞ്ച് പാനിൽ ചെയ്തെടുത്തിട്ടുള്ളത്. സെയിം ബാറ്റർ വെച്ചിട്ട് നമുക്ക് 8 ഇഞ്ച് പാനിൽ നല്ല വലുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഡെക്കറേറ്റിംഗ് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഇതുപോലെ ബോർഡിൽ ഞാൻ കേക്ക് തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ കുറച്ച് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ടാണ് ഞാൻ കേക്ക് വെച്ചെടുക്കുന്നത്. നെക്സ്റ്റ് കേക്ക് വെറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മിൽക്ക് സിറപ്പാണ്. മിൽക്ക് സിറപ്പ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് 3/4 കപ്പ് പാലിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ള ഒരു മിൽക്ക് സിറപ്പാണ്. ഇതിലേക്ക് 2 ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് മാത്രമേ നല്ലൊരു ഫ്ലേവറിലുള്ള പൈനാപ്പിൾ കേക്ക് കിട്ടുള്ളൂ. കേക്ക് അത്യാവശ്യം നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു ലെയർ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ജസ്റ്റ് ഒന്ന് വൈറ്റ് ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ്. അതിലേക്ക് 1 ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഈക്വലാക്കി കൊടുക്കുക. എന്നിട്ട് സെക്കൻഡ് ലെയർ വെച്ചെടുക്കുന്നുണ്ട്. സെയിം ഫസ്റ്റ് ലെയറിൽ നമ്മൾ എന്താണോ ചെയ്തത് സെയിം മെത്തേഡ് തന്നെയാണ് സെക്കൻഡ് ലെയറിലും ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ ഞാൻ ഫുള്ളും പൈനാപ്പിൾ വെച്ചിട്ടല്ല ഈ ഒരു കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. പൈനാപ്പിൾ എസൻസ് വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പൈനാപ്പിളിൻ്റെ കറക്റ്റ് ഒരു കുത്തോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നല്ല അടിപൊളി ഫ്ലേവറിലുള്ള കേക്ക് തന്നെയാണ്. മസ്റ്റായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട നല്ല കിടിലൻ കേക്കിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ മാത്രമല്ല ലെയേഴ്സിലൊക്കെ ഓരോ ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ ഈ ഒരു കേക്കിന് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. പിന്നെ കേക്ക് നമ്മൾ ഫ്രോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കേക്ക് ഏറ്റവും താഴ്വശമായിരിക്കണം ഇതുപോലെ മുകൾ വശത്ത് വെച്ച് കൊടുക്കാൻ. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് സൈസിൽ കേക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കേക്കിൻ്റെ ഏറ്റവും മുകളിൽ വരുന്ന പോർഷന് വേണം കേക്കിൻ്റെ താഴ്വശത്ത് വെച്ച് കൊടുക്കാൻ. ഇനി ഞാനിവിടെ കേക്ക് ജസ്റ്റ് ഒന്ന് ക്രീം കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഈക്വലാക്കിയിട്ട് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു സ്പാച്ചുല വെച്ചിട്ട് എല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു കാർഡ് വെച്ചിട്ടെങ്കിലും ഈക്വലാക്കി എടുക്കുക. മുകൾ ഭാഗവും സൈഡ്സും ഒരുപോലെ വേണം ഈക്വലാക്കി എടുക്കാൻ. അത്യാവശ്യം നന്നായിട്ട് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കേക്കിന് ക്രീം കോട്ട് ഇല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കേക്കിന് ഫ്രോസ്റ്റ് ചെയ്ത് ക്രീമൊക്കെ സ്പ്രെഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കേക്കൊക്കെ നന്നായിട്ട് സൈഡ് ഭാഗവും മുകൾ ഭാഗവും നന്നായിട്ടൊന്ന് ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള ഡെക്കറേഷൻ നോക്കാം. അപ്പോൾ ഇതുപോലെ ബ്രഷിൽ കുറച്ച് കളറാക്കി കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഓറഞ്ച് ഫുഡ് കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ലിക്വിഡ് ഫുഡ് കളറാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഡെക്കറേഷൻ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ല ജെൽ കളറാണ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ലിക്വിഡ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലിക്വിഡ് കളറാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ഡെക്കറേഷൻ ചെയ്തെടുക്കാം. നമ്മൾ വിപ്പിംഗ് ക്രീമിൽ കുറച്ചധികം കളർ ചേർത്തിട്ടാണല്ലോ സാധാരണ നമുക്ക് നല്ല ഡാർക്ക് കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം കളർ ചേർക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അധികം കളറിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കളറിൽ ഡിപ്പ് ചെയ്യുക. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക. പിന്നെ എക്സസായി വരുന്ന ഈ ഒരു വിപ്പിംഗ് ക്രീം നമ്മൾ വേറൊരു ടവലിൽ തുടച്ച് മാറ്റിയിട്ട് വേണം വീണ്ടും നമ്മൾ കേക്ക് കളറിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സൈഡ്സിലൊക്കെ ഇതുപോലെ കളർ വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് മുകളിലും വെച്ച് കൊടുക്കുന്നത്. അതല്ലാതെ കൊടുത്ത സൈഡ്സിൽ വീണ്ടും കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഡെക്കറേഷൻ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കേക്കിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് ഫ്ലവേഴ്സ് വരയ്ക്കുകയാണ്. അതായത് പെറ്റൽ നോസിൽ വെച്ചിട്ടാണ് ഈ ഒരു ഫ്ലവേഴ്സ് വരച്ചെടുക്കുന്നത്. അപ്പോൾ ഫ്ലവേഴ്സ് വരയ്ക്കുന്നത് കേക്കിൻ്റെ മുകളിൽ വെക്കുന്നതിൻ്റെ മുമ്പായിട്ട് കേക്കിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ ഫ്ലവേഴ്സ് എവിടെയാണോ വെക്കുന്നത് ആ സൈഡ്സിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുക. അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പെറ്റൽ നോസിൽ വെച്ച് ഫ്ലവർ വരയ്ക്കുന്നതിലും വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ. കുറച്ച് വൈറ്റ് ഷെയ്ഡിലാണ് ഈ
ഈ ഒരു ഫ്ലവർ വരച്ചെടുക്കുന്നത്. അപ്പം അത്യാവശ്യം വലിയൊരു പെറ്റൽ നോസിലാണ്, അത് വെച്ചിട്ടാണ് ഈ ഒരു ഫ്ലവർ വരയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ ഫ്ലവർ ആട്ടോ കിട്ടുക. ഇതുപോലെ ഒരു 3 ഫ്ലവേഴ്സാണ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ ചെറിയ പൂമൊട്ട് പോലെയാണ് ഈ ഒരു ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നത്. അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഫ്ലവർ വരയ്ക്കുന്നത് ഞാൻ അങ്ങനെ കാണിക്കുന്നില്ല. സാധാരണ നോർമലി നമ്മളെങ്ങനെയാണോ ഫ്ലവർ വരയ്ക്കുന്നത് അതുപോലെ തന്നെയാണ് വരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ പൂമൊട്ടിന് വേണ്ടി ഇതുപോലെ ഓറഞ്ച് കളറിലുള്ള വിപ്പിംഗ് ക്രീം ആദ്യം ഇതുപോലെ സ്ക്യൂസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് വൈറ്റ് വിപ്പിംഗ് ക്രീം ജസ്റ്റ് ഒന്ന് ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് നല്ല പൂമൊട്ട് പോലെയുള്ള പൂമൊട്ടുകൾ കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ ചെറിയ ചെറിയ സ്ഥലത്ത് കുറച്ച് ഗ്രീൻ ലീഫും കൂടി വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ക്ലൈമറ്റ് നല്ല ചൂടായതുകൊണ്ട് വിപ്പിംഗ് ക്രീം പെട്ടെന്ന് തന്നെ മെൽറ്റായി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ ഫ്രീസറിൽ എടുത്ത് വെക്കാം കേട്ടോ. ഇപ്പോൾ ഏകദേശം കേക്കൊക്കെ സെറ്റായിട്ടുണ്ട്. സെറ്റായതിന് ശേഷമാണ് ഞാൻ തംബ്നെയിൽ ഫോട്ടോക്കൊക്കെ വേണ്ടിയിട്ട് പുറത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എൻഗേജ്മെൻറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഡെക്കറേഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പൈനാപ്പിൾ ഫ്ലേവറിൻ്റെ ഒരു കിടിലൻ കേക്ക് തന്നെയാണ്. പൈനാപ്പിൾ ഫ്ലേവറിലുള്ള കേക്ക് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ലൈഫിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അറ്റ്ലീസ്റ്റ് ഒരു മെമ്പറിനെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.